LDF വരും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത്. എന്താണ് ഇത്ര നാളും കൊണ്ട് ഈ 7.5 കൊല്ലം ഭരിച്ചത് കൊണ്ട് ശരിയാക്കിയിട്ടുള്ളത്? അപ്പോൾ നമുക്ക് ജനങ്ങളോട് ചോദിച്ചു നോക്കാം. ലെറ്റ്സ് ചെക്ക് ദ പബ്ലിക് ഒപ്പീനിയൻ. വരും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാണ് അവർ നമ്മുടെ ആദ്യത്തെ അവരുടെ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ അവരുടെ. അപ്പോൾ ഈ 7.5 കൊല്ലം കൊണ്ട് എന്ത് ആണ് അവർ ശരിയാക്കിയത്? എല്ലാം ശരിയാക്കിയിട്ടില്ല, അതിന്റെയൊക്കെ എല്ലാവരും അനുഭവിക്കണില്ലേ. പിന്നെന്താ അവർ പറഞ്ഞ പോലെ തന്നെ എല്ലാം ശരിയാക്കി എടുക്കണുണ്ടല്ലോ. എന്താണ് ശരിയാക്കിയിട്ടുള്ളത്? എന്താ ശരിയാക്കിയിട്ടുള്ളത് നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. സാധാരണക്കാരനല്ലേ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതിന്റെ. ഇപ്പൊ ഇനി അടുത്ത പാർട്ടി വന്നാലും ഈ ഒറ്റടിക്ക് പറഞ്ഞ അരിയുടെയും മണ്ണെണ്ണയുടെയും വിലയൊന്നും കുറക്കാൻ പോകണമെന്നില്ല. എങ്കിലും ആദ്യത്തെ പിണറായി സർക്കാരിന് ഒരു മുഖമായിരുന്നു. രണ്ടാമത്തെ നമ്മളിപ്പോ ഡെവലപ്മെന്റ് ഇപ്പൊ ബ്രോഡ് ചുറ്റും ഡെവലപ്മെന്റ് വല്ലതും കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ 7.5 കൊല്ലം കൊണ്ട്? എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങിയതായിട്ട് അറിവിൽ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇപ്പൊ നമുക്കിപ്പോ മെട്രോ അതേപോലെ ഒരുപാട് റോഡ് ആയാലൊക്കെ ഒരുപാട് പണ്ട് ചെയ്തിരുന്നു. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, ഡെവലപ്മെന്റ് കാര്യങ്ങൾ. അപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ ടൂറിസ്റ്റ് സ്ഥലത്ത് പോയാലും എല്ലാം ആ ഒരു സമയത്ത് ചെയ്തിരുന്നു. പക്ഷെ ഈ 7.5 കൊല്ലത്തില് എന്തെങ്കിലും പുതിയതായിട്ട് വന്നത് തോന്നിയിട്ടുണ്ടോ? കണ്ടിന്യൂഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ മെട്രോ റെയിലിന്റെ ഭാഗമായിട്ട് വാട്ടർ മെട്രോ വന്നു. അതുപോലെ തന്നെ പക്ഷെ 7.5 വർഷം കൊണ്ട് അവർ വാട്ടർ മെട്രോ മാത്രമല്ലേ പറയാനുള്ളൂ. അല്ലാണ്ട് വേറെ അതിനോടൊന്നും യോജിപ്പില്ല. എന്ന് വെച്ചാല് നമ്മള് ഇത്രയും നമ്മുടെ ഒരു സിറ്റുവേഷനില് ആഡംബരമായിട്ട് അത് ഭയങ്കര ഇതാണ്. അത് ജനങ്ങളെ തന്നെ വിധിയിരുത്തുന്നതാണ്. അതായത് ഇനിയിപ്പോ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ബ്രോ LDFന് വോട്ട് കൊടുക്കും? ഞാൻ മിക്കവാറും നോട്ടൊക്കെയാണ് സാധാരണ കുത്താറുള്ളത്. നോട്ടയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള ഒരു ആൾക്കല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കൊടുത്ത് ജയിപ്പിക്കേണ്ടത്? അങ്ങനെയാണ്. അത് നമ്മുടെ ജനങ്ങളും കൂടെ തീരുമാനിക്കണം. വിദ്യാഭ്യാസമുള്ള വ്യക്തിക്ക്, ഒരു വിഷനുള്ള നല്ല വിദ്യാഭ്യാസമുള്ള അങ്ങനെ ഒരു വ്യക്തിക്ക് കൊടുക്കണതിന്റെ അല്ല. എന്ന് വെച്ചാല് ആ ഒരു വിഷനുള്ള വിദ്യാഭ്യാസം കൊണ്ട് മാത്രം. വിദ്യാഭ്യാസം മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല കാര്യപ്രാപ്തിയുള്ള നല്ല എന്താണ് ചെയ്യേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ഐഡിയ ഉള്ള ആൾക്കാർക്കല്ലേ വോട്ട് കൊടുത്ത് ജയിപ്പിക്കേണ്ടത്. ഒന്നും ശരിയാക്കിയിട്ടില്ല. എന്താ ശരിയാക്കിയത്? ഒന്നും ശരിയാക്കിയില്ല. 3.5 വർഷമായി, ഇപ്പോഴും ഒന്നും ശരിയാക്കിയിട്ടൊന്നും. 7.5 വർഷമായി മൊത്തം. നമ്മ രണ്ടാമത്തെ മാത്രം എടുത്താൽ മതി. ഒന്നും ശരിയാക്കിയിട്ടില്ല. സർക്കാർ ജീവനക്കാർക്ക് 3.5 വർഷമായിട്ട് ഒരു ആനുകൂല്യവും കൊടുത്തിട്ടില്ല. നവകേരള യാത്രയും കൊണ്ട് എന്ത് ഗുണമാണ്? നമ്മുടെ നവകേരള യാത്ര കൊണ്ട് അവരുടെ പാർട്ടിക്ക് ഗുണമുണ്ട്. പുതിയ ബസ്സൊക്കെ വാങ്ങിച്ചതിനെ പറ്റി എന്താ? അവർക്ക് അവരുടെ ഗുണങ്ങളാണ്. അത് ഭരണമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അത് പാർട്ടിയുടെ ഒരു പ്രൊപ്പഗാൻഡ അനുസരിച്ച് പോകുന്നു അവരാണ്. ഓക്കെ ഇത് പറയാനുള്ളൂ. ഒന്ന് സർക്കാർ, അത് ഏത് സർക്കാർ മാറി വന്നാലും അവർ കംപ്ലീറ്റ്ലി ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പൊളിറ്റിക്സ് ഈസ് മേക്കിംഗ് മണി ഫോർ ദി പൊളിറ്റീഷ്യൻസ് ആൻഡ് പൊതു സമൂഹത്തിൽ വർക്ക് ചെയ്യുന്ന പാവപ്പെട്ട പൊതുപ്രവർത്തകനുണ്ട്. അവൻ്റെ അടുത്ത് പോയാലേ എല്ലാ കാര്യങ്ങളും നടക്കും. അവൻ ഇറങ്ങി വരും എല്ലാ വീട്ടിലേക്കും. അവനാണ് വലുത്. അല്ലാതെ സർക്കാർ മാറി വരുന്നതിനെ കുറിച്ചൊന്നുമില്ല. വോട്ട് ചെയ്തില്ലെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് ആൾക്കാർ വോട്ട് ചെയ്യും. കാരണം ഈ ID പ്രൂഫും മറ്റേതുമൊക്കെ റെഡിയാക്കണമല്ല. അതുകൊണ്ട് ആൾക്കാർ വോട്ട് ചെയ്യും. പേടിക്കണ്ട, ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ. ഈ നാട്ടിലെല്ലാവരും വിട്ടു കഴിഞ്ഞില്ല. ഇനി ഞാനൊക്കെ അല്ലേ ബാക്കിയുള്ളത്. ഞാനും പോവും. അത്ര അവരുടെ LDF വരും എല്ലാം ശരിയാകുന്നുള്ള ഒരു സംഭവത്തിലാണ് അവർ വന്നത്. അപ്പോൾ 7.5 വർഷമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇവിടെ എന്തെങ്കിലും ശരിയായത്? സാറേ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ആര് വന്നാലും ഇതൊക്കെ തന്നെ നടക്കുള്ളൂ ഈ നാട്ടിൽ. കാരണം ആ ഒരു ഡെവലപ്മെൻറ്റില്ലേ. ഇപ്പോൾ ഡൽഹിയിലെ പോലെ ഒന്നും ആവുന്നില്ല. കെജ്രിവാൾ ചിന്തിക്കുന്ന പോലെ ഡൽഹിയെ നടത്തണമെന്ന് പറഞ്ഞിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടും ഡൽഹി നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയൊക്കെ തന്നെ എല്ലാം ആവണമെന്നൊക്കെ നമുക്ക് വിചാരിക്കാം, നമുക്ക് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കാം. ഇതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. എനിക്ക് അതത്രേ പറയാനുള്ളൂ സാർ. ഭരിക്കുന്നവർക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. ജനങ്ങൾ ആകെ ഉച്ചതിലായിട്ടിരിക്കുക. ഈ 7.5 കൊല്ലം കൊണ്ട് ഇവർ ഈ പറഞ്ഞ പോലെ എന്താണ് ശരിയാക്കിയത്? ഉള്ള സ്ഥിതി മുഴുവൻ തച്ചുടച്ചു. ഇനി നമ്മളെങ്ങനെ രക്ഷപ്പെടും? കടം കയറി മുടിക്കിടക്കുക. അവരുടെ ആർഭാടത്തിനൊന്നും ഒരു കുറവുമില്ല. ബസ് ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ, പുതിയ ബസ്സൊക്കെ വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ നടക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അല്ല, ബസ് അവർ ഇറക്കിയത് നമ്മുടെ പെട്രോൾ ലാഭിക്കാനും ചിലവ് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ 40 വണ്ടികളും
പിന്നെ മന്ത്രിമാരുടെ വണ്ടികളും അവരുടെ സ്റ്റാഫിൻ്റെ വണ്ടികളും പോലീസിൻ്റെ എസ്കോർട്ടും 100 വണ്ടികൾ ഇങ്ങനെ പുറകെ പോകുന്നത് കാണും ആ ബസ്സിൻ്റെ പുറകെ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ഭരണമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്നല്ല, ഇങ്ങനെ ഭരിക്കുന്നവരുടെ കാര്യം തന്നെ പോക്കാണ്. ഇങ്ങനെ ഭരിച്ചു പോയാൽ നാട്ടുകാർക്ക് എന്താ ഗുണമുള്ളത്? ഒരു കർഷകനെങ്കിലും ഒരു സഹായം ചെയ്തിട്ടില്ല. സാമൂഹ്യ പെൻഷനൊന്നും കൊടുക്കുന്നില്ല. എല്ലാ സാധനത്തിനും എല്ലാ ടാക്സും കൂട്ടി എല്ലാത്തിനും ഇത് ഇപ്പോൾ 1980 ശേഷം 86 ശേഷമുള്ള വസ്തു ഇതിന് ഇപ്പം വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുക. അന്യായം പിഴ ചുമത്തിക്കൊണ്ട് ആർക്കും അങ്ങനെ ഒരു അണ്ടർ വാല്യുവേഷൻ നോട്ടീസൊന്നും കൊടുത്തിട്ടില്ല. അതൊന്നും കൊടുക്കാണ്ട് അവർ ചുമ്മാ ഇങ്ങനെ കൊടുത്തു എന്നും പറഞ്ഞു നമ്മുടെ ഡിമാൻഡ് നോട്ടീസാണ് ഇപ്പോൾ തരും, ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഭരിക്കുകയാണ് ശരിക്കും. ഒരു സാധാരണക്കാരന് എന്തെങ്കിലും ഗുണമുണ്ടായിട്ട് തോന്നിയുണ്ട് ഈ 7.5 വർഷം കൊണ്ട്? എന്തെങ്കിലും ഒരു ഗുണം നമ്മുടെ പാർട്ടിനെ കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്ന തോന്നിയിട്ടുണ്ടോ? ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. ഭരിക്കുന്ന പാർട്ടിയുടെ തൊഴിലാളികളും സ്റ്റുഡൻസ് യൂണിയനും ഒന്നും സമരത്തിനില്ല. എന്തു ചെയ്താലും അതെല്ലാം എസ് വെച്ച് പോകുന്ന ഒരു സ്വഭാവമാണ് അല്ലേ? ഇനിയിപ്പോൾ ഒരു ഇലക്ഷൻ വരാണെങ്കിൽ LDF-ന് വോട്ട് കൊടുക്കും? LDF-ന് വോട്ട് കൊടുക്കുന്ന കാര്യം നമ്മളൊന്നുകൂടെ ചിന്തിക്കുകയും ഇനി ചിന്തിക്കും. എല്ലാം ശരിയാക്കുമെന്നും പറഞ്ഞു വന്നതാണല്ലോ അവർ. രണ്ടാമത് തുടർഭരണവും കൊടുത്തു. എന്നിട്ട് ഇത്രയും മോശമായിട്ട് ജനങ്ങളെ സേവിച്ച ഒരു സർക്കാർ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാൻ മെയിനായിട്ട് ഈ പാർട്ടി ഇത് ഫോളോ ചെയ്യാറില്ല. അല്ല, സാധാരണ ഒരു നമ്മളൊരു ജനം ഉള്ള രീതിയിൽ പറഞ്ഞാൽ മതി. എന്തായാലും ഫസ്റ്റത്തെ ഭരണം ഓക്കെ ആയിരുന്നു. പക്ഷേ രണ്ടാമത് വന്നപ്പോൾ ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ വന്നു. ഇപ്പം തന്നെ ആവശ്യമില്ലാണ്ട് ഇപ്പം എന്തോ നവകേരള സദസ്സ നവകേരള യാത്ര ലൈക്ക് മുൻ മുഖ്യമന്ത്രിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അത്ര ഓക്കെ അല്ല. ലൈക്ക് ഉമ്മൻചാണ്ടിയൊക്കെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ തോന്നുന്നുണ്ട് അങ്ങനെ. ലൈക്ക് എൻ്റെ ഒരു പ്രായക്കാരുടെ വെച്ച് ഉമ്മൻചാണ്ടി വരെ നമുക്ക് അറിയുള്ളൂ. അതിന് മുമ്പത്തേക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. എന്നാലും എല്ലാ ഒരു വിവരം വെച്ച് ഉമ്മൻചാണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയന്റെ ഭരണത്തിൽ നല്ലതായിട്ട് തോന്നുന്നില്ല. വികസനം ഉണ്ടെന്ന് പറയണ്ടേ? എന്ത് വികസനമാണ് നിങ്ങളുടെ കണ്ണിൽ കാണാനുള്ളത്? വികസനം ഫസ്റ്റത്തെ ഒരു 4 കൊല്ലം വികസനം നോക്കുമ്പോൾ ഓക്കെ ആയിരുന്നു. എന്നാലും നല്ലതാണല്ലോ. എന്നാലും പുതിയതായിട്ട് എന്ത് സംഭവമാണ് പുതുതായിട്ട് പുള്ളി അങ്ങനെ എനിക്ക് തോന്നുന്നില്ല വലുതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. നമ്മുടെ കേരളത്തിന് ബെനിഫിറ്റ് ആയിട്ടുള്ള എന്ത് കാര്യമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു പാർട്ടി കയറിയതിനു ശേഷം? വരുമാനം കിട്ടാൻ കുറെ ബാറുകൾ തുറന്നു. അത് നമ്മുടെ ജനങ്ങൾക്ക് ഗുണമുള്ള സംഭവമാണോ? അല്ല, കുറെ പേര് കാണുക. എന്നാലും അല്ല, വികസനം എന്ന് പറയാൻ റോഡുകൾ ഇപ്പൊ നിങ്ങളുടെ പേഴ്സണലി ഇതിൽ അനുഭവം റോഡുകളൊക്കെ എങ്ങനെയാണ്? മറ്റേ പാലാരിവട്ടം പാലം തന്നെ ഇപ്പൊ കുറെ കാലം കൊണ്ട് തന്നെയാണ് ഇപ്പൊ പണി കഴിഞ്ഞത്. അപ്പൊ പിണറായി വിജയന്റെ ഇതിൽ അധികം വികസനം ശരിക്കും വന്നിട്ടില്ല. ഈ 7 വർഷമായിട്ട് നമുക്ക് അത്ര എക്സൈറ്റ്മെന്റ് തോന്നുന്ന വികസനം. ഇപ്പൊ തന്നെ റോഡിൽ മൊത്തം കുഴികള്. പക്ഷെ പുള്ളി ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് പുള്ളി റോഡൊക്കെ ശരിയാക്കും. അവസാനം വരുമ്പോ ശരിയാക്കുമല്ലോ, അതങ്ങനെയാണല്ലോ. അപ്പൊ ഇപ്പൊ വലിയ വികസനം എന്ന് പറയാൻ മാത്രം ഒന്നും വന്നിട്ടില്ല മറ്റേ മുൻ മുഖ്യമന്ത്രികളൊക്കെ നോക്കുമ്പോ.